വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായില്ലേ വീഡിയോ ചെയ്ത്, ഒരു കുഴപ്പമില്ല ഗൈസ്, ഫുൾ വീഡിയോ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ രാവിലെ ഞാൻ ജിമ്മിൽ പോകാറുണ്ട്. ഓക്കെ, ഇന്നലെ രാവിലെ ജിമ്മിന് പോയ സമയത്ത് പെട്ടെന്ന് കാലൊന്ന് ട്വിസ്റ്റായിപ്പോയി. ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കാത്തത് കൊണ്ട് അതിനുശേഷം ഞാൻ ട്രെഡ്മില്ലിൽ വരെ നല്ല സ്പീഡിൽ ഓടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാങ്ക് പോയി, സ്കൂളിൽ 4th പീരീഡ് ആകുമ്പോഴേക്ക് പെയിൻ വരാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു എന്താ ശരിയാവും. പിന്നെ ഭയങ്കരമായ പെയിൻ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇടും. കാലിപ്പം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ടും റെസ്റ്റും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ഇനിയിപ്പോൾ എവിടെയും പോകാനില്ല. ഇനിയിപ്പോൾ മോളെയും പിടിച്ച് വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ ഈ 2-3 ആഴ്ചയും ഇങ്ങനെ കാലൊക്കെ ഒടിഞ്ഞിട്ട് കിടക്കുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ? എന്നെ കൊണ്ട് ഇതൊന്നും പറ്റുന്ന കാര്യമല്ല. ഈ എൻ്റെ ശുണ്ടരി പാത്തുമ്മക്കാണെങ്കിൽ ഒന്നും കഴിയുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ അവളെ അവസ്ഥ. ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഷോർട്സ് വഴിയും കാര്യങ്ങൾ വഴിയൊക്കെ കാണുന്നുണ്ടെന്നറിയാം. ഒരുപാട് സപ്പോർട്ട് നിങ്ങളിപ്പോൾ എനിക്കും മോക്കും തരുന്നുണ്ടെന്നും അറിയാം. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല സപ്പോർട്ട് കിട്ടുമെന്ന്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഒന്നും ചിന്തിക്കാതെ തുടങ്ങിയ ഒരു ചാനലാണ് എൻ്റെ യൂട്യൂബ് ചാനലാണ് ഞാൻ ഫസ്റ്റ് തുടങ്ങിയത്. നിസ്സഹായ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് റൂമിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഞാൻ വെറുതെ ഒന്നൊരു വീഡിയോ ഇട്ടതാണ്. ഓക്കെ, അന്ന് ഞാൻ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും അന്ന് ഞാനിട്ട ഫസ്റ്റ് വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കരയാത്ത നാളുകൾ ഉണ്ടാവില്ല. മോളെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരുപാട് വേദനിച്ച് ജീവിക്കുന്ന ഒരു ഉമ്മയാണ് ആ സമയത്ത്. ഇന്ന് വേദനയുണ്ട് കേട്ടോ, വേദനയും വിഷമത്തിനും കുറവൊന്നുമില്ലെങ്കിലും നമുക്ക് ചിന്തിക്കാനുള്ള സമയമില്ല. അപ്പം അതിൻ്റെ ഒരു മാറ്റം എനിക്കിന്ന് ലൈഫിലുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ 2 ആഴ്ച ഞാനിവിടെ ഇരിക്കാൻ പോവല്ലേ ഇന്ന്. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഞാൻ പലപ്പോഴും പല ആൾക്കാരനും പറയാം, ഇത് മാല കുഞ്ഞുള്ള പാരൻസ് ഒരിക്കലും ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല. അപ്പം ഞാൻ ഇപ്പം ചിന്തിച്ചത് അന്ന് നമുക്ക് ദൈവം തരുന്ന ഓരോരോ പരീക്ഷണങ്ങളല്ലേ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. ഞാൻ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്, സ്കൂളിലേക്ക് പോകാൻ പറ്റൂല. എന്നാൽ പിന്നെ കാണിച്ചത് ഇനി ഫുള്ള് വീഡിയോ ഇടാം. കാരണം അങ്ങനെ വീഡിയോ ഇടുമ്പോൾ വ്യൂസ് കൂടും. കാരണം ചില സമയത്ത് നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും ഓരോരോ വീഡിയോ ഇടുന്ന സമയത്ത് വ്യൂസ് ഇങ്ങനെ കൂടുമ്പോൾ, നമ്മൾ ഇടുന്ന വീഡിയോയിൽ ഇങ്ങനെ വ്യൂസ് കൂടുന്നത്. അപ്പം അതാണ് എൻ്റെ ആദ്യം എനിക്ക് കിട്ടിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അതായത് ഞാൻ ബിഗിനിങ് സ്റ്റേജിൽ ഞാനിട്ട വീഡിയോസ് 100 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സന്തോഷമില്ലേ, അത് ഭയങ്കരമായിരുന്നു. പിന്നീട് കുറേ കാലത്തിന് ശേഷം മോൾക്ക് അസുഖം വന്ന് ഞാൻ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെറുതെ ഒരു വീഡിയോ ഞാൻ എന്താക്കി, പെരുന്നാളിന് ഒരു വീഡിയോ എൻ്റെ മോളെന്ന് വെറുതെ ഞാൻ എല്ലായിടത്തും സ്റ്റാറ്റസ് ഇടുന്നതൊക്കെ യൂട്യൂബിലും കൊണ്ടിട്ടതാണ്. അത് 10 MI ഗൈസ്. ഒരിക്കലും ലൈഫിൽ ഞാൻ വിചാരിച്ചില്ല. ഒരു 18 സെക്കൻഡിൻ്റെ കാഷ്വലായിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പം അന്ന് മുതലാണ് ഞാൻ ഇതിലുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ വെറുതെയാണ് ഗൈസ് ഞാൻ വീഡിയോ ഇട്ടത്. പിന്നീട് എനിക്ക് എന്തായി, ഇനി വീഡിയോസ് ഇടണമെന്നും പിന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ മനസ്സിലായത്. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പം എല്ലാം ഒരു നിമിത്തമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്ന ഒരാളാണ്. കാരണം എല്ലാം എൻ്റെ മോളെ കൊണ്ടാണ്. കാരണം ഒരു പക്ഷേ എനിക്ക് സുന്ദരി പാത്തുമ്മ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ യൂട്യൂബിലൊന്നും വരൂല അല്ലേ ഈസ. എൻ്റെ സുന്ദരി പാത്തുമ്മ കാരണമാണ് ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ നിൽക്കുന്നത്. കാരണം ഒന്നും ചെയ്യാനില്ലാത്തടത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു വീഡിയോ ഇട്ട് തുടങ്ങിയതാണ് ഗൈസ്. ഇന്ന് ഏകദേശം
യൂട്യൂബിലാണ് 10-28,000 ആൾക്കാർ ഉണ്ട്, യൂട്യൂബ് ഫാമിലി. അതുപോലെ ഇൻസ്റ്റഗ്രാമിലായാലും 10-24,000 ഫോളോവേഴ്സായി. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാരെന്ന് പറയുമ്പോൾ അത് വളരെ താങ്ക്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്നിപ്പോൾ കാല് പൊളിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും വെക്കാനുണ്ട്. വീഡിയോസ് ഇങ്ങനെ ലോങ് വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. എന്തായാലും ഇപ്പം കാല് പൊളിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ലോങ് വീഡിയോസ് ഇട്ട് തുടങ്ങാം. എന്തെങ്കിലുമൊക്കെ വേണ്ടേ ജോലി. കാരണം എന്നെ കൊണ്ട് ഒരു ദിവസം പോലും വെറുതെ ഇരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് കൂടും. അപ്പം എനിക്ക് നിങ്ങളോടും പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, മാല കുഞ്ഞുങ്ങളില്ല അമ്മമാരും അച്ഛന്മാരും എന്തായാലും ജോലിക്ക് പോകും ഒബ്വിയസ്ലി. അമ്മമാരോടാണ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് ആ കുട്ടീനെ വിട്ടിട്ട് പുറത്തേക്ക് പോകാൻ പറ്റണമെന്നില്ല, പക്ഷെ നിങ്ങൾ എൻഗേജ്മെൻറ്റ് ചെയ്യുമോ, ഇല്ലേ നിങ്ങളെ മെൻ്റൽ ഹെൽത്ത് 0 ആയിരിക്കും. ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളൊരിക്കലും വെറുതെ ഇരിക്കരുത്. മെൻ്റൽ സ്റ്റെബിലിറ്റി വളരെ ലോ ആവും. നമുക്ക് ആ മെൻ്റൽ സ്റ്റെബിലിറ്റി ലോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മാലാകുഞ്ഞുങ്ങളെ നോക്കാനും പറ്റൂല. സോ എല്ലാവരും ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുക. ഇതൊക്കെ കാണുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് മനസ്സിലാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമുക്ക് ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ബൈ.